വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു. ആ മരണപ്പെട്ടവരെ കുറിച്ച് ഇപ്പോൾ നമുക്ക് മിണ്ടാട്ടില്ല. നമ്മൾ അവരെ മറന്നു. അവിടെ ജനകീയ തെരച്ചിൽ പോലും നിർത്തിവെച്ചു. 119 പേരാണ് സർക്കാരിന്റെ കണക്കിൽ അവിടെ കാണാതായിട്ടുള്ളത്. ഇപ്പൊ കാണാതായവരെ കുറിച്ചിട്ട് ഒരു വർത്താനും ചാനലുകൾക്കില്ല, പത്രങ്ങൾക്കില്ല, ആർക്കും ഇല്ല. അവിടെ തെരച്ചിൽ സൗകര്യപൂർവ്വം സർക്കാർ ഒഴിവാക്കിക്കാണ്. അവിടുത്തെ ആ ദുരിതബാധിതർ കണ്ണീരോടെ പറയുന്ന വാക്കാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് കാണാതായിട്ടുള്ളത്. സർക്കാരിന്റെ കണക്കിൽ 119 പേരാണെങ്കിൽ 200-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. അവിടുത്തെ മണ്ണ് മാറ്റി തെരഞ്ഞിരുന്നെങ്കിൽ ആ ഒരു സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ നിലമ്പൂരിന്റെ അവസാനം വരെയുള്ള പുഴ എത്തുന്ന ഭാഗങ്ങളിലൊക്കെ ആധുനിക സംവിധാനങ്ങളോടെ ആ മയ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടി തിരച്ചിൽ നടത്താനുള്ള കണ്ണീരോടെയുള്ള ആവശ്യം സർക്കാർ ബോധപൂർവ്വം ഒഴിവാക്കി. ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ മുഴുവനും ചർച്ച സിനിമയിലെ ഏതൊക്കെ നടിമാര് തുണി ഉരിഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ നടന്മാരെ മുന്നിൽ കിടപ്പറ പങ്കിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലാണ് സിനിമയിലേക്ക് ചാൻസ് കിട്ടിയത്. ഈ ഹേമ കമ്മിറ്റി ചർച്ചയാണ്. ഇന്ന് ഞാൻ മാതൃഭൂമി പത്രം എടുത്ത് നോക്കി. ഞാൻ മലപ്പുറം എഡിഷൻ വായിക്കുന്ന ഒരാളാണ്, മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട്. ഒരു വാർത്ത പോലും ഈ വയനാട് ദുരിതാശ്വാസ പ്രശ്നങ്ങളുമായിട്ടോ അവരുടെ പ്രശ്നങ്ങളോ ഇല്ല. സുപ്രഭാതം പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. വേറെ പത്രത്തിൽ വാർത്തയുണ്ടെങ്കിൽ നിങ്ങൾ വയനാട് ജില്ലക്കാർ പറയരുത്, കാരണം ആ ജില്ലയിൽ പ്രാദേശിക പേജിലെങ്കിലും വാർത്ത ഉണ്ടാവും. മറ്റു ജില്ലകളിൽ ഈ വാർത്ത വന്നെങ്കിൽ പറ. അതല്ലേ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഈ 119 പേരെ കണ്ടെത്താതെ സർക്കാർ മെല്ലെ മുങ്ങിക്കാണ്. അവിടെ മന്ത്രിസഭയുടെ ഉപസമിതി ഉണ്ടായിരുന്നതിനൊക്കെ നേതൃത്വം കൊടുത്തു. അവരൊക്കെ അവിടെ നിന്ന് പോന്നു. ടി സിദ്ദീഖ് പറഞ്ഞിരുന്നു, ഇതിന്റെ മുഖ്യമന്ത്രിയോട് ഒരു അപേക്ഷ, എത്രയും പെട്ടെന്ന് തെരച്ചിൽ നടത്തണം. അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി തെരച്ചിൽ നടത്താൻ തയ്യാറാവണില്ല നമ്മുടെ സർക്കാർ. നമ്മൾ അർജുനു വേണ്ടി കാണാതായപ്പോൾ എന്തൊക്കെ നമ്മൾ പുകിലുകൾ ഉണ്ടാക്കി, അവിടെ സർക്കാർ നമ്മൾ കുറ്റപ്പെടുത്തി. അവസാന നിമിഷം വരെയും നമ്മൾ അവർക്കൊപ്പം നിന്നില്ലേ. ഈ 119 പേർക്ക് വേണ്ടി നിൽക്കാൻ നമ്മുടെ ചാനലുകൾക്കോ ഇപ്പൊ പറ്റണില്ല. അവർ മുഴുവനും കാരണം ഈ നിറം പിടിപ്പിച്ച ഇക്കിളി കഥകളുടെ, സിനിമാ കഥകളുടെ പിന്നാലെയാണ് അവരുള്ളത്. ഞാനിന്ന് മാതൃഭൂമി കണ്ട അന്തം വിട്ടു. ഒരു വാർത്ത പോലും ഇല്ല. എത്ര പേരുടെ കുടുംബക്കാരെയാണെന്ന് അറിയോ കാണാതായിട്ടുള്ളത്. ഞാൻ അവിടുന്ന് ഒരു പെൺകുട്ടിനെ കണ്ടു, ശ്രുതി എന്ന് പേരുള്ള ഒരു പെൺകുട്ടി. അവളുടെ വീടിന്റെ പാലുകാച്ചലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. ഈ അപകടം നടക്കുന്നതിന് മുൻപ് അവളുടെ കല്യാണ നിശ്ചയവും. ജെൻസൺ എന്ന പേരുള്ള വർഷങ്ങളോളം പ്രണയിച്ചിട്ട് ഒടുവിൽ വീട്ടുകാർ സമ്മതിച്ചു കൊടുത്തതാണ്. ഇവളുടെ അച്ഛൻ പോയി, അമ്മ പോയി, അനിയത്തി പോയി, ആ പുതിയ വീട് പോയി, അവളുടെ കല്യാണം ഒരുക്കി വെച്ച 4 ലക്ഷം രൂപ പോയി, 15 പവൻ എല്ലാം പോയി. അവളുടെ വല്യച്ഛൻ വല്യമ്മ മുഴുവൻ ആ കുടുംബത്തിൽ നിന്ന് താമസിക്കുന്ന അവള് മാത്രമാണ്. അവള് പഠിക്കുന്നിടത്ത് ഹോസ്റ്റൽ ആയതുകൊണ്ട് മാത്രം ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. ഇനിതാ അവൾ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ അവൾക്ക് കൂട്ടിന് വന്നിക്കാണ് ആ ഒരു കെട്ടാൻ പോണ പ്രതിഷേധ വരൻ. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ശ്രുതിയെ കാണുമ്പോൾ കൂടെ ജെൻസനുമുണ്ട്. 10 കൊല്ലത്തെ പ്രണയം കൈവിടാതെ ജെൻസന്റെ കൈപിടിക്കുമ്പോൾ ശ്രുതിക്ക് ഇനിയും ജീവിക്കണമെന്ന് മോഹം തോന്നും. എപ്പോഴും എൻ്റെ കൂടെ തന്നെയാ. ഒപ്പം ഇരിക്കുമ്പോ ഒരു സമാധാനം. ഇതിപ്പോ കുറച്ച് ജസ്റ്റ് അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരു വിങ്ങന ഉള്ളില്. അച്ഛനും അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവും. ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്, ഒറ്റയ്ക്ക് ഇട്ടിട്ടില്ല എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും അവർക്ക്. ചിലവര് ചോദിക്കോട്ടോ, ഏത് നേരം പെണ്ണിന്റെ പുറകെ തന്നെ നടക്കുന്നതാണല്ലോ. എനിക്ക് കുഴപ്പമില്ല, ഇവളുടെ കൂടെ അല്ലേ. കൂടെ ഞാനുണ്ടെന്ന് പ്രിയതമൻ ചേർത്ത് നിർത്തുന്ന നിമിഷങ്ങളിലാണ് തനിക്ക് ജീവനുണ്ടെന്ന് ശ്രുതി അറിയുന്നത്. അപ്പനായിട്ടും അമ്മയായിട്ടും ഇവളുടെ എല്ലാം ഞാൻ തന്നെയല്ലേ. കട്ടക്ക് തന്നെ ഞാൻ എന്തൊക്കെ വന്നാലും ഇവളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൾ ഇവളെ അനാഥ എന്ന് പറഞ്ഞിട്ട് ഇവക്ക് തോന്നുമല്ലോ, ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇവക്കായിട്ടൊരു വീട്, അതെന്റെ ഒരു സ്വപ്നം തന്നെ. പറയാണ് ഞാൻ ഇവളിപ്പോ അവൾക്കൊരു വീടൊന്നും കിട്ടിയിട്ടില്ല. ചേച്ചിക്ക് ഒരു വാടക വീട് കിട്ടി. ചേച്ചിയും ഇതുപോലെ ദുരന്തത്തിൽപ്പെട്ടതാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള്. അവർക്ക് വാടക വീട് കിട്ടിയിട്ട് ആ വാടക വീട്ടിലേക്കാണ് ഈ പെൺകുട്ടി ഇപ്പൊ പോയിട്ടുള്ളത്. ഇവരെ പ്രസിദ്ധപരം പറഞ്ഞ് ഞാൻ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ എത്ര കുടുംബങ്ങളുണ്ട്. വേറൊരു കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇവരുടെ ആരുടെയും കുടുംബക്കാരെ, വാപ്പാനെയും ഉമ്മാനെയും മക്കളൊക്കെ മയ്യത്ത് കിട്ടാത്തവരുണ്ട്. ചെമ്പോത്തറ സ്വദേശി അസീസിന്റെ മകൾ ഷബ്നയും മുണ്ടക്കൈ സ്വദേശി ഷംസുദ്ദീന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇത് 14-ാം വർഷം. മുണ്ടക്കൈ സ്കൂളിലെ 4-ാം ക്ലാസ്സുകാരി ഷംഹ, ഇളയവൾ 5 വയസ്സുകാരി സിദ്ധറ എന്നിവർ അരൂമ മക്കൾ. ഷംസുദ്ദീന്റെ വീട്ടിലുണ്ടായിരുന്നവരിൽ 6-ൽ 5 പേരും ജ്യേഷ്ഠന്റെ കുടുംബത്തുണ്ടായിരുന്നവരിൽ 6-ൽ 4 പേരും കാണാമറയത്ത്. പള്ളിക്കു സമീപത്ത് നിന്ന് ജ്യേഷ്ഠന്റെ ഭാര്യാമാതാവിനെയും മൂത്ത മകൻ മുഹമ്മദ് ഹാനിയെയും പിറ്റേന്നു രാവിലെ കണ്ടെത്തി. 12 വയസ്സുകാരൻ മുഹമ്മദ് ഹാനി കമ്പികളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഹാനിയിലേക്ക് വിരൽ ചൂണ്ടിയതാകട്ടെ ചെളിയിൽ പുതഞ്ഞുകിടന്ന 5 വയസ്സുകാരി സിദ്ധറ, ഷംസുദ്ദീന്റെയും ഷബ്നയുടെയും മകൾ. സിദ്ധറ ചെമ്പോത്തറയിലെ ഉമ്മ വീട്ടിൽ ബാവച്ചിക്കും സുലുമയ്ക്കുമൊപ്പം. കിട്ടിയ മണ്ണിന്റെ അടിയിൽ നിന്നാണ്, ചെറിയ മോളാണ്.
പിന്നെ മണ്ണിന്റെ അടിയിൽ നിന്ന് ചെറിയൊരു ഇതിൽ കിട്ടിയതാണ്. അപ്പം കുഴപ്പമില്ല, ഡോക്ടറൊക്കെ കാണിച്ചു ഒക്കെ ക്ലിയർ ചെയ്ത് വന്നതാണ്. അസീസിനെയും ഭാര്യ സുലേഖയെയും ബാവച്ചിയെന്നും സുലുമയെന്നുമാണ് സിത്തറ വിളിക്കുന്നത്. അസീസിന്റെ മറ്റു പേരക്കുട്ടികൾക്കൊപ്പം സിത്തറ കളിക്കുകയാണ്, ചിത്രം വരയ്ക്കുകയാണ്. വീട് നിറയെ പൂക്കൾ, കോഴിക്കുഞ്ഞ്, അതിന്റെ കൂട്, പിന്നെ അവളും. പകലൊക്കെ കളിച്ചും ചിരിച്ചും അങ്ങ് പോകും. രാത്രിയിൽ ഇടക്ക് ഒരു ഭയം, കുട്ടിക്ക് ക്ഷീണം, അങ്ങനെപ്പോ കളിക്കും. കുറച്ച് രാത്രി ആകുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. കരച്ചിൽ, ഇടക്ക് ഒരു കരച്ചിൽ നീക്കുമ്പോൾ അവരൊപ്പം കിടുന്ന സ്ഥാനത്ത് നമ്മളെ അടുത്താണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അവരെ തിരയല്ലേ വേണ്ടത്. അതിനിടയിലാണ് ഈ തെരച്ചിൽ നിർത്തിയിട്ടുള്ളത്. ഇപ്പൊ കാണാമറയത്ത് സർക്കാരിന്റെ കണക്കിൽ 119 പേരാണ്. അതിലേറെ 200-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. എന്നാൽ ഈ കാണാതായ ലിസ്റ്റ് പോലും പുറത്തു വിട്ടിട്ടില്ല. ഇന്നിന്ന ആളുകളാണ്. കാരണം DNA ടെസ്റ്റിന്റെ ഫലം മുഴുവൻ വിട്ടിട്ടില്ല. ഒരുപാട് പേരെ തിരിച്ചറിയാത്ത ആളുകളുടെ മയ്യത്ത് കബറടക്കിയ സംഭവം ഉണ്ടായിരുന്നു. ആ മയ്യത്ത് കബറടക്കിയ ആളുകൾ ഇതിപ്പോ ഇന്ന DNA ടെസ്റ്റുകൾ ഇന്ന ആളുകൾ മനസ്സിലായാൽ അത് ഇന്റെ കുടുംബമാണ്, ഇത് ഇന്റെ വാപ്പയാണ്, ഇന്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ ഇന്റെ പ്രിയപ്പെട്ടവരാണെന്ന് കരുതിയിട്ട് നമുക്ക് അവിടെ ചെല്ലാം. ആ ലിസ്റ്റ് പോലും പുറത്തു വിട്ടിട്ടില്ല. സർക്കാർ ഒരു 100-200 കോടി രൂപയാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന് കൊടുത്തിട്ടുള്ളത്. അതിൽ നാകെ അവർക്ക് കിട്ടിയിട്ടുള്ളത് ഈ മാസം ഒരു 10,000 രൂപ കിട്ടി. ഇവരൊരു സ്വന്തം നിലക്ക് വാടക വീട് നോക്കാനാ പറയണത്. സ്വന്തം നിലക്ക് വാടക വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. മേപ്പാടി ഭാഗത്ത് കിട്ടാനില്ല. സർക്കാർ പറഞ്ഞുകൊടുത്ത് പശുവിന് പോലും താമസിക്കാൻ പറ്റൂല, മൃഗങ്ങൾക്ക് പോലും താമസിക്കാൻ പറ്റൂല എന്നാണ് ഇവർ പറയണത്. അവരിപ്പോ ഒരു 15ഓളം ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഈ ആളുകൾ കഴിയുന്നത്. അത് സ്കൂളുകളാണ്. ഈ സ്കൂളുകളിൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇവർക്ക് നിൽക്കാൻ പറ്റുക? ആ സ്കൂളുകളിൽ പഠനം തുടങ്ങണ്ടേ? ഇവരോട് അവിടുന്ന് വേഗത്തിൽ മാറാൻ പറഞ്ഞേക്കാണ്. നിങ്ങൾ ഏത് വാടക വീട് കിട്ടിയാലും വേണ്ടില്ല, നിങ്ങൾ ഇവിടുന്ന് പോകണം. എവിടേക്ക് പോവുക? തെരുവിലേക്കോ? ഇപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും മിണ്ടലില്ല. നിങ്ങൾ ചാനലൊക്കെ ഒന്ന് എടുത്തു നോക്ക്. അതിൽ മുഴുവനും ഈ സിനിമക്കാര് തുണി വിരിഞ്ഞിട്ട കഥയാണ്. ഇവരാരും നിർബന്ധിപ്പിച്ച് അടിച്ചോടിച്ച് കൊണ്ടേതൊന്നും അല്ലല്ലോ സിനിമന്റെ പിന്നാലെ. ഓരോരുത്തരും തങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ. ഇറങ്ങിപ്പോയിട്ട് ആരുടെ മുന്നിൽ തുണി ഒഴിച്ചാലും വേണ്ടില്ല, എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയാൽ മതി എന്ന് കരുതിയിരുന്ന ആളുകളാണ്. ഇതിന്റെ പിന്നാലെ മാധ്യമങ്ങൾ നടക്കുക. 4 വർഷമായിട്ട് പൂഴ്ത്തി വെച്ചു, 4 വർഷമായിട്ട് നടപടി എടുത്തില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ 400-ലധികം ആളുകൾ മരണപ്പെട്ടു, 1200 കോടി രൂപയുടെ നാശനഷ്ടം. നമ്മൾ നിസ്സഹാരായിട്ട് പോയൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ 20 ദിവസം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സർക്കാരിന്റെ ഓണം വാരാഘോഷങ്ങൾ മാറ്റിവെക്കാൻ ഒരർത്ഥത്തിൽ അതൊരു പൊട്ടത്തരല്ലേ? ഒരു ഓണാഘോഷത്തിന്റെയും വാരാഘോഷങ്ങൾ മാറ്റിവെക്കുമ്പോൾ ബിസിനസ് നടക്കാതാവും. ബിസിനസ് നടക്കാതാവുമ്പോൾ സർക്കാർ റവന്യൂ കുറയും, ആളുകളുടെ കയ്യിൽ പണമില്ലാതാവും. അതുകൊണ്ട് എന്ത് നേട്ടമുള്ളത്? ഈ നബിദിനം ഒഴിവാക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. നബിദിനം ഇങ്ങനെ ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതിൽ അർത്ഥമില്ല. അത് ആളുകളുടെ കയ്യിൽ പണം ഇല്ലാതാവേ ചെയ്യുള്ളൂ, കച്ചവടം നടക്കൂല. അപ്പൊ വയനാട് നോക്ക്, വയനാടാണ് ദുരന്തം ഉണ്ടായത്. ഇത് മുണ്ടക്കയിലാണ്, ചൂരൽമലയിലാണെന്ന് പറയാതെ വയനാട് ദുരന്തം എന്ന് പറയുമ്പോൾ വയനാട്ടിലത്തെ ടൂറിസം തകരാണ്. ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അവിടുത്തെ ഹോട്ടലുകള്, മറ്റു പല കച്ചവടങ്ങള്, ഇതിനൊക്കെ അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ, അതേപോലെ അവിടുത്തെ ഹോം സ്റ്റേകള്, ഇതൊക്കെ മുഴുവൻ ക്യാൻസലായി. ഈ ക്യാൻസലാകുമ്പോൾ നടക്കുന്ന ഒരു പ്രശ്നം എന്താണ്? അവിടുത്തെ ആളുകൾ പട്ടിണിയിലാവാണ്. ഒരുപാട് പേരാണ് ഈ താമസിക്കുന്ന ഹോം സ്റ്റേ നേരത്തെ ബുക്ക് ചെയ്തൊക്കെ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ വയനാട്ടുകാർ പറയണം, വയനാട് ടൂറിസം വരണം, വീണ്ടും ആളുകൾ ഇങ്ങോട്ട് വരണം, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, അവിടുത്തെ ആളുകൾക്ക് പണി വേണ്ടേ? അപ്പോൾ ഒരു തരത്തിലും ഒരു ബോധമില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ ഒരു 100-200 കോടി രൂപ ദുരിതാശ്വാസ നിധിക്ക് കിട്ടിയിട്ട് അവർക്കാകെ കിട്ടിയത് 10,000 രൂപ. അവരോട് സ്വന്തം നിലക്ക് പറയാണ്, നിങ്ങൾ എവിടെയെങ്കിലും വല്ല വാടക വീട് കണ്ടെത്തി പൊക്കോ. എവിടേക്ക് പോകാൻ? തെരുവിലേക്ക് ഇറങ്ങി യാചനയല്ലാതെ. സർക്കാരിന്റെ കയ്യിൽ ഇത്രയും കിട്ടിയിട്ട് നമ്മൾ അന്നൊന്നും പറഞ്ഞിട്ട് അത് പ്രാക്ടിക്കൽ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓരോരുത്തർക്കും 50 ലക്ഷം രൂപ കൊടുത്തിട്ട് അവരെ അവരുടെ പാട്ടിന് വിടുക, അവർ സ്ഥലം കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ നമ്മൾ വേഗത്തിൽ കണ്ടെത്തി കൊടുക്കുക. പിന്നെ എന്തിനാണ് ഈ സർക്കാർ എന്നൊരു സിസ്റ്റം ഉള്ളത്? നമ്മൾ നിസ്സഹായരാണ്. അപ്പൊ ആ ഒരു സൂചിപ്പാറ മുതൽ മറ്റെന്താ പറയാ മറ്റേ നിലമ്പൂരിന്റെ ഭാഗത്തൊക്കെ ഉള്ള ഏതൊക്കെ ഭാഗത്ത് മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് എത്രയും അത്യാധുനിക സൗകര്യങ്ങളും കണ്ടെത്താനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രകാരം ആ മയ്യത്ത്, പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് കിട്ടിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ അവിടെ ഉള്ളത് എന്താണെന്നറിയോ? ഒരു 10-200 പോലീസുകാരുണ്ട്, ഒരു 3 സൈനികരുണ്ട്, കുറച്ച് NDRFന്റെ കുറച്ച് ആളുകളുണ്ട്. ഇവരുടെ ഡ്യൂട്ടി അവിടെ വരുന്നവരെ പരിശോധിക്കുക, എന്തിനു വന്നു എന്ന് ചോദിക്കുക, അവിടുത്തെ പാലം നിരീക്ഷിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അവിടെ ഹിറ്റാച്ചുകളൊക്കെ പോയി. ഒരു ഹിറ്റാച്ച് എങ്ങാനുണ്ട്, അത് ആ ബെയിലി പാലത്തിന് ഒന്ന് മണ്ണിടാനും കാര്യങ്ങൾക്കുമാണ്. ജനകീയ തെരച്ചിലൊക്കെ നിർത്തി. ആഗസ്റ്റ് 7, 8, 9 തീയതികൾ തെരച്ചിൽ നടത്തി. അന്ന് കുറച്ച് മയ്യത്തുകളും കിട്ടി. പിന്നെ ഇപ്പോൾ ആർക്കും വേണ്ട, ഇത് വെറും ഒരു കഥയായിട്ട് മാറി. ഏതായാലും വളരെ സങ്കടം തോന്നാണ്. നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലെ പിടിപ്പുകാരായിട്ട് ഞാൻ എന്ത് പറയുള്ളൂ. എത്രയും പെട്ടെന്ന് അവർക്ക് അധികം സങ്കടപ്പെടുത്താതെ അവർക്കൊരു ഒരു പരിഹാര മാർഗം, പുനരധിവാസം ഉണ്ടാവണം.
നമ്മുടെ കയ്യിലുള്ള നിങ്ങൾ ആലോചിച്ചു 2 വർഷം കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ ആയിരിക്കും സ്ഥിതി ഉണ്ടാവുക. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പോയവർക്ക് പോയി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതിൽ അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.